സമീപകാലത്ത് ഡൽഹി കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു ആക്രമണമാണ് നടന്നു കഴിഞ്ഞിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഏറ്റവും അധികം ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഉമർ മുഹമ്മദ് എന്നൊരു ഡോക്ടറുടെ പേരാണ്. സത്യത്തിൽ എന്താണ് ഡൽഹിയിൽ സംഭവിച്ചത്? എന്താണ് ഈ ഡോക്ടർക്ക് ഇതിലുള്ള പ്രധാനമായിട്ടുള്ള പങ്ക്? എന്തിനു വേണ്ടിയിട്ടാണ് ഇയാൾ ഇത്തരമൊരു കുറ്റകൃത്യത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചത്? മറ്റേതെങ്കിലും ഭീകര സംഘടനകൾക്ക് ഈ വിഷയവുമായി ബന്ധമുണ്ടോ? വിശദമായ രീതിയിൽ തന്നെ പരിശോധിക്കാം. വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ്. അഫ്ലു ഹിയർ. സംഭവം നടക്കുന്നത് ഇന്നലെ അഥവാ നവംബർ 10-ാം തീയതി വൈകിട്ട് 6:52 കൂടിയിട്ടാണ്. ഡൽഹിയിലെ വലിയ തോതിൽ തിരക്ക് പിടിച്ച ടെമ്പിളും ജമാ മസ്ജിദും ചാന്ദിനി ചോക്ക് മാർക്കറ്റും എല്ലാമുള്ള പ്രദേശത്തെ സുഭാഷ് മാർഗ് സിഗ്നലിലേക്ക് ഒരു വെളുത്ത നിറത്തിലുള്ള i20 കാർ പതിയെ വന്ന് നിൽക്കുകയാണ്. റെഡ് സിഗ്നൽ ആയതോട് കൂടിയിട്ട് തന്നെയാണ് കാർ അവിടെ നിൽക്കുന്നത്. പെട്ടെന്ന് വെച്ചുകൊണ്ട് ആ കാറ് ബ്ലാസ്റ്റ് ചെയ്യുകയാണ്, പൊട്ടിത്തെറിക്കുകയാണ്. വലിയ തോതിൽ തന്നെ അതിൽ നിന്ന് തീ ആളിപ്പടരാൻ ആരംഭിക്കുകയാണ്. സമീപത്തുള്ള മറ്റു വാഹനങ്ങളിലേക്കും അവിടെ ഉണ്ടായിരുന്ന ആളുകളിലേക്കൊക്കെ തന്നെയും ആ തീ എത്തിച്ചേരുകയാണ്. ആ ആളുകളൊക്കെ തന്നെയും ഭിന്ന ഭിന്നമായിട്ട് അവരുടെ ശരീരാവശിഷ്ടങ്ങൾ മറ്റു പല ഭാഗങ്ങളിലേക്കും തെറിച്ചു പോകുന്ന രീതിയിൽ വലിയൊരു ബ്ലാസ്റ്റ് തന്നെയാണ് അവിടെ അരങ്ങേറിയിട്ടുണ്ടായിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ജീവഹാനിയുടെ കണക്കുകളെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം 13 മരണങ്ങളാണ് ഇതുവരെ ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിട്ടുള്ളത്. പക്ഷേ ഒരുപാടധികം ആളുകൾ ജീവനോട് മല്ലിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ശരീരാവശിഷ്ടങ്ങൾ മാത്രം ലഭിച്ചിട്ടുള്ള ഒരുപാടധികം ആളുകളുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ തന്നെയും DNA കൃത്യമായിട്ടെടുത്ത് പരിശോധിച്ചെങ്കിൽ മാത്രമേ എത്ര ആളുകൾക്കാണ് അങ്ങനെ മരണം സംഭവിച്ചിട്ടുള്ളത് എന്ന കാര്യത്തെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടൊക്കെ തന്നെ വരും മണിക്കൂറുകളിലും മരണസംഖ്യ ഇനിയും കൂടാൻ സാധ്യതകൾ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇനി ഈ വാഹനത്തെക്കുറിച്ചൊന്ന് ട്രാക്ക് ചെയ്ത് നോക്കുമ്പോൾ കൃത്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ആക്രമണം തന്നെയാണ് നടന്നിട്ടുള്ളത് എന്നൊരു കാര്യത്തിലേക്കാണ് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നത്. ആഗ്ര ഫോർട്ടിന് സമീപത്തുള്ള പാർക്കിങ്ങിലേക്ക് 3:19 കൂടിയിട്ടാണ് ഈ വാഹനം എത്തിച്ചേരുന്നത്. അവിടെ മണിക്കൂറുകളോളം നിർത്തിയിട്ടതിന് ശേഷം പിന്നീട് 6:48 ആകുമ്പോഴാണ് പാർക്കിങ്ങിൽ നിന്ന് ഈ i20 കാറ് പുറത്തേക്ക് എടുക്കുന്നതും സുഭാഷ് മാർഗ് സിഗ്നലിന് സമീപത്തേക്ക് വന്നുകൊണ്ട് വലിയ തോതിൽ തന്നെ പൊട്ടിത്തെറിക്കുന്നതുമൊക്കെ. എന്നാൽ ചാന്ദിനി ചോക്ക് മാർക്കറ്റ് ആയിരുന്നു ഇയാളുടെ ലക്ഷ്യസ്ഥാനം എന്ന രീതിയിലൊക്കെ ചില അനുമാനങ്ങൾ വരുന്നുണ്ട്. എന്നൊക്കെ തന്നെയാലും ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഏറ്റവും അധികം ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന പേര് ഇത് ഡോക്ടർ കൂടിയായിട്ടുള്ള ഉമർ മുഹമ്മദ് എന്ന പേരുള്ള വ്യക്തിയാണ് എന്നൊരു കാര്യമാണ്. ഇയാൾ എന്തിനിത് ചെയ്തു, ആരൊക്കെയാണ് ഇയാളുടെ കൂട്ടാളികൾ എന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ വൈറ്റ് കോളർ ടെററിസം എന്താണെന്നും ഫരീദാബാദിൽ സംഭവിച്ചത് എന്താണെന്നും കൃത്യമായിട്ട് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൻ്റെ ബാക്കി എന്നോണമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് എന്ന രീതിയിലാണ് ഇപ്പോൾ വ്യത്യസ്ത റിപ്പോർട്ടുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ എന്താണ് ഈ വൈറ്റ് കോളർ ടെററിസ്റ്റ് എക്കോസിസ്റ്റം എന്ന കാര്യത്തെക്കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം. സമൂഹത്തിൽ ഉന്നത പദവിയിലുള്ള വ്യത്യസ്ത ജോലികൾ ചെയ്യുന്ന ടെററിസ്റ്റുകൾ, അതായത് ഇവർ ചിലപ്പോൾ ഡോക്ടേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ചില മെഡിക്കൽ കോളേജുകളിലൊക്കെ തന്നെയും മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് വ്യത്യസ്ത പാഠഭാഗങ്ങൾ പകർന്നു നൽകുന്ന അധ്യാപകരായിരിക്കാം, അതല്ലെങ്കിൽ എൻജിനീയേഴ്സോ വ്യത്യസ്ത പ്രൊഫഷണൽസോ ആയിരിക്കാം. അങ്ങനെ ഒരു കാരണവശാലും ഇവരൊരു ടെററിസ്റ്റ് ആണ് എന്ന രീതിയിൽ ആർക്കും മനസ്സിലാകാത്ത നിലയിലുള്ള ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ടെററിസ്റ്റുകളെയാണ് ഈ വൈറ്റ് കോളർ ടെററിസ്റ്റുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവരുടെ ഭാഗത്ത് നിന്ന് പെട്ടെന്നൊന്നും അങ്ങനെ ടെററിസ്റ്റ് ആക്ടിവിറ്റീസുകളുമായി ബന്ധപ്പെട്ട് ഒന്നും തന്നെ കാണാറില്ല. അതുകൊണ്ടൊക്കെ ഇവരെ തിരിച്ചറിയുക, ഇവരെ കണ്ടെത്തുക എന്ന് പറയുന്നതും വളരെ ബുദ്ധിമുട്ടേറിയിട്ടുള്ള കാര്യമാണ്. എങ്കിൽ കൂടെയും കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഫരീദാബാദിൽ നിന്ന് ഇത്തരത്തിലുള്ള 3 വൈറ്റ് കോളർ ടെററിസ്റ്റുകളെ പോലീസുകാർ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ഒന്നാമതായിട്ട് വരുന്നത് ഡോക്ടർ ആദിൽ അഹമ്മദ് റാത്തർ എന്ന വ്യക്തിയാണ്. അതായത് ഒരു സർക്കാർ മെഡിക്കൽ കോളേജിലെ അധ്യാപകനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഇദ്ദേഹം. ജെയ്ഷെ മുഹമ്മദുമായി ബന്ധപ്പെട്ട് ചില പോസ്റ്ററുകൾ പതിപ്പിച്ചതിനെ തുടർന്നിട്ടാണ് ഇദ്ദേഹത്തെ പോലീസുകാർ അറസ്റ്റ് ചെയ്യുന്നതും വിശദമായ രീതിയിൽ ഇദ്ദേഹത്തിൻ്റെ വീടും താമസ സ്ഥലവും ഒക്കെ പരിശോധിക്കുന്നതൊക്കെ. അപ്പോൾ വ്യത്യസ്ത ആയുധങ്ങളൊക്കെ, തോക്ക് പോലുള്ള കാര്യങ്ങളൊക്കെ തന്നെയും കണ്ടെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഒക്ടോബർ 27-നാണ് അനന്തനാഗിൽ വെച്ചിട്ട് ഇയാൾ അറസ്റ്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ വ്യക്തി എന്ന് പറയുന്നത് ഡോക്ടർ മുസമ്മിൽ ഷക്കീലാണ്. നവംബർ 9-ാം തീയതിയാണ് ഇയാളെ പോലീസുകാർ പിടികൂടുന്നത്. ഇയാളുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള റെയ്ഡിൽ 2900 കിലോഗ്രാം സ്ഫോടന വസ്തുക്കൾ പോലീസുകാർക്ക് കണ്ടെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഈ കൂട്ടത്തിൽ ഏറെക്കുറെ വലിയ തോതിൽ തന്നെ ഏറെക്കുറെ 300 കിലോഗ്രാമിലും അധികം അമോണിയം നൈട്രേറ്റ് ഒക്കെ തന്നെയും പോലീസുകാർക്ക് പിടിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ചില റിപ്പോർട്ടുകൾ പരാമർശിക്കുന്നത് ഈ പിടിച്ചെടുത്ത കൂട്ടത്തിൽ AK-47 റൈഫിളുകളും പിസ്റ്റളുകളും വ്യത്യസ്ത ആയുധങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നതാണ്. അതായത് വലിയ തോതിൽ തന്നെ ഒരു ത്രെട്ടാണ്. കൃത്യമായിട്ടുള്ള ഇടപെടൽ
ഇടപെടലുകളിലൂടെ പോലീസുകാർക്ക് അവിടെ സോൾവ് ചെയ്യാൻ സാധിച്ചത്. കൃത്യമായിട്ട് പോലീസുകാർക്ക് ഈ വൈറ്റ് കോളർ ടെററിസ്റ്റിനെ പിടികൂടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല മൂന്നാമതായിട്ട് വരുന്നത് ഒരു വനിതാ ഡോക്ടറാണ്, ഡോക്ടർ ഷഹീൻ ഷാഹിദ്. ഈ നവംബർ 9 തന്നെയാണ് ഇവരെയും പോലീസുകാർ അറസ്റ്റ് ചെയ്യുന്നത്. ഇവരുടെ വാഹനമൊക്കെ പരിശോധിച്ച സമയത്ത് വാഹനത്തിൽ നിന്ന് ഒരു പിസ്റ്റലൊക്കെ പോലീസുകാർക്ക് കണ്ടെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ മുമ്പേ പറഞ്ഞ ഈ അറസ്റ്റിലായിട്ടുണ്ടായിരുന്ന മുസമ്മിൽ ഷക്കീലുമായിട്ട് അടുത്ത ബന്ധമുണ്ടായിരുന്ന ഒരു വനിതാ ഡോക്ടർ കൂടിയാണിവർ. ഈ 3 ആളുകൾ കൂടാതെ 4മതൊരു വ്യക്തി കൂടെ ഇവരുടെ ഗ്രൂപ്പിലുണ്ടായിരുന്നു. അതാണ് ഡോക്ടർ ഉമർ മുഹമ്മദ്. ഇയാളെ പിടികൂടാൻ വേണ്ടി പോലീസുകാർ കൃത്യമായ രീതിയിലുള്ള അന്വേഷണങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിനിടയിലാണ് ഡൽഹിയിൽ ഇത്തരത്തിൽ വലിയ തോതിലുള്ളൊരു സ്ഫോടനത്തിലേക്കെല്ലാം തന്നെ ഉമർ മുഹമ്മദ് എത്തിയിട്ടുള്ളത്. എന്തുകൊണ്ട് ഇയാൾ എത്തി എന്നതുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രാഥമികമായിട്ടുള്ള നിഗമനത്തെക്കുറിച്ച് പരിശോധിക്കുകയാണെങ്കിൽ അടുത്തതായിട്ട് താൻ കൂടെ അറസ്റ്റ് ചെയ്യപ്പെടുമോ എന്നൊരു ഭയമാണ് ഒരു സൂയിസൈഡ് അറ്റാക്കിലേക്ക് അദ്ദേഹത്തെ കൊണ്ടെത്തിച്ചിട്ടുള്ളത് എന്നാണ് ചില വൃത്തങ്ങളൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ പ്രാഥമികമായിട്ടുള്ള അനുമാനം എന്നോണം നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരം. ഇതുമായി ബന്ധപ്പെട്ടും കൂടുതൽ വിശദാംശങ്ങളൊക്കെ തന്നെയും അന്വേഷണ ഏജൻസികൾ പുറത്തുവിടേണ്ടതുണ്ട്, കൃത്യമായിട്ട് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ട്. എന്തൊക്കെ തന്നെയായാലും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം ഇതാണ്. അപ്പം ഇതിനു വേണ്ടിയിട്ട് എന്തായാലും അടുത്തതായിട്ട് താൻ പിടിക്കപ്പെടാൻ പോവുകയാണ് എന്നൊരു കാര്യം വന്നതോട് കൂടിയിട്ട് തന്നെയാണ് കൃത്യമായിട്ട് ആസൂത്രണം ചെയ്തുകൊണ്ട് ഇയാൾ ഇത്തരമൊരു സ്ഫോടനത്തിലേക്ക്, ഇത്തരമൊരു ഭീകരാക്രമണത്തിലേക്ക് ഇറങ്ങി തിരിച്ചിട്ടുള്ളതെന്നതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഉമർ മുഹമ്മദ് ഇത്തരത്തിൽ ഡൽഹിയിലേക്ക് എത്തിച്ചേരുന്ന അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ കൂടെ മറ്റ് 2 പേർ കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ സ്ഫോടന സമയവുമായി ബന്ധപ്പെട്ടുള്ള ചില CCTV ഫുട്ടേജുകളൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ ആ അവസാന നിമിഷങ്ങളിലൊക്കെ ഉമർ മുഹമ്മദ് മാത്രമാണ് കാറിനകത്ത് ഉണ്ടായിരുന്നത്, മാസ്ക് ധരിച്ച അയാളാണ് ഉണ്ടായിരുന്നത് എന്ന രീതിയിലൊക്കെയാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അങ്ങനെയാണെങ്കിൽ 2 പേരെ പോലീസുകാർ ഇനിയും കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. എന്തൊക്കെ തന്നെയായാലും ഉത്തരേന്ത്യ അതീവ ജാഗ്രതയിലാണ്. ഇനിയിപ്പോൾ കേരളത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും സുരക്ഷകളൊക്കെ തന്നെയും ഒന്നുകൂടെ ശക്തമാക്കിയിട്ടുള്ള അവസ്ഥയിലാണ്. ഈ ബ്ലാസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങളും മറ്റുമൊക്കെ NIAക്ക് കൈമാറുന്നുണ്ട്. NIA ആയിരിക്കും ഇനി ബാക്കി കാര്യങ്ങളൊക്കെ, അതായത് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ആയിരിക്കും ഇനി ബാക്കി കാര്യങ്ങളൊക്കെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുന്നത്. അതായത് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വലിയൊരു വിഷയം തന്നെയാണല്ലേ നടന്നു കഴിഞ്ഞിട്ടുള്ളത്. നമ്മുടെ രാജ്യത്തിൻ്റെ തലസ്ഥാനത്തിനകത്ത്, അതും ഏറ്റവും അധികം ഒരു പീക്ക് ടൈമിൽ ഏറ്റവും അധികം ടൂറിസ്റ്റുകളും സാധാരണക്കാരായിട്ടുള്ള ആളുകളും ഒക്കെ തന്നെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്താണ് ഇത്തരമൊരു വലിയ ബ്ലാസ്റ്റ് സംഭവിച്ചിട്ടുള്ളത്. ശക്തമായ രീതിയിലുള്ള അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ശക്തമായ രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടാവും. തക്കതായ രീതിയിലുള്ള മറുപടികൾ ഇതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് നൽകുമെന്ന രീതിയിലൊക്കെ പ്രധാനമന്ത്രി പോലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോസോടെ വൈൻഡപ്പ് ചെയ്യാണ്. ഈ ന്യൂസിലൊക്കെ നോക്കുന്ന സമയത്ത് ഈ ഇൻഫർമേഷനൊക്കെ പരന്ന് കിടക്കുകയാണ്. അതെല്ലാം കൂടെ ഒന്ന് ക്രോഡീകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് വളരെ ലളിതമായിട്ട് വിഷയത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഈ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരുപാടധികം കാര്യങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ പുറത്ത് വരേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും കൂടുതൽ ഇൻഫർമേഷനൊക്കെ ലഭിക്കുന്ന അവസരത്തിൽ നമുക്കതെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് മറ്റു വീഡിയോകളൊക്കെ തന്നെയും ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ കൃത്യമായ രീതിയിൽ തന്നെ ഈ കാർ ഓടിച്ച വ്യക്തി, അയാൾ മാസ്ക് ധരിച്ചിട്ടുള്ള വ്യക്തിയായിരുന്നു. അയാൾ ഉമർ മുഹമ്മദ് ആണെന്നാണ് പോലീസുകാർ കണക്കാക്കുന്നത്. ഇയാളുടെ കൃത്യമായ രീതിയിലുള്ള സഞ്ചാരപഥം പോലീസുകാർ ഇപ്പോൾ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഡൽഹിയിൽ അതീവ സുരക്ഷ നിറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ്, വലിയ തോതിൽ തന്നെ സെക്യൂരിറ്റി ഉള്ളൊരു സ്ഥലത്താണ്, വ്യത്യസ്ത ക്യാമറകളും മറ്റുമൊക്കെ ഉള്ള ഒരു സ്ഥലത്താണ് ഇങ്ങനൊരു കാര്യം സംഭവിച്ചിട്ടുള്ളത് എന്നതുകൊണ്ട് കൃത്യമായിട്ട് CCTV ഫുട്ടേജുകളിലൂടെ ഇയാളുടെ സഞ്ചാരപഥത്തെ പോലീസുകാർ ഇപ്പോൾ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇയാൾ ഏത് വഴിയിലാണ് ഡൽഹിയിലേക്ക് എത്തിയിട്ടുള്ളത് എന്ന കാര്യത്തെക്കുറിച്ചൊക്കെ തന്നെയും പോലീസുകാർ ഇതിനോടകം തന്നെ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു ആക്രമണത്തിന് പുറകിലുള്ള ആളുകളിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. തക്കതായ ഒരു മറുപടി ഇതിന് നമുക്ക് നൽകാൻ സാധിക്കുമെന്ന രീതിയിൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ഒരു ആക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ട ആളുകൾക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഇനി ഒരിക്കലും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. ഇതിൽ നിന്ന് ഒരുപാട് വീഡിയോസുകളുമായിട്ട് കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോടെ ബൈ.